വേനൽക്കാലം ആരംഭിച്ച സമയം. കൃഷ്ണദേവരായരുടെ രാജസദസ് വിളിച്ചുകൂട്ടി. രാജൻ, എനിക്കെന്റെ ഗ്രാമത്തിൽ പോയി കുറച്ചു ദിവസം താമസിക്കണമെന്നുണ്ട്. അനുവാദം നൽകിയാലും രാജൻ? താങ്കൾക്ക് പോകാം, നാം അനുവാദം നൽകാം. പക്ഷേ ഉടൻ തന്നെ താങ്കൾ മടങ്ങി വരണം. എനിക്ക് 15 ദിവസം അവധി നൽകണം രാജൻ. ശരി, ആട്ടെ. 15 ദിവസത്തിലധികം വൈകരുത്. രാജസദസ്സിൽ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് താങ്കൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വന്നുകൊള്ളാൻ രാജൻ, വളരെ നന്ദി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ തെന്നാലിരാമൻ മടങ്ങി വന്നില്ല. രാജാവിന് വല്ലാത്ത സങ്കടമായി. തെന്നാലിരാമനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതിനുള്ളിൽ അവിടെയുള്ള മറ്റു മന്ത്രിമാർ തെന്നാലിരാമനെ കുറിച്ച് അപവാദം പറഞ്ഞ് മഹാരാജാവിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു മാസത്തിനു ശേഷം തെന്നാലിരാമൻ രാജദർബാറിലെത്തി. മഹാരാജാവിന് പ്രണാമം. തെനാലി, 15 ദിവസത്തിനകം മടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം താങ്കളുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? രാജൻ, ഞാൻ എന്റെ അവധിക്കാലത്ത് ഒരാളുടെ പക്കൽ നിന്ന് മായാജാല വിദ്യകൾ പഠിച്ചു കഴിഞ്ഞു രാജൻ. അങ്ങനെ എന്ത് ജാലവിദ്യയാണ് പഠിച്ചത്? ഇതൊരു രസകരമായ ജാലവിദ്യയാണ്. ഇതുപയോഗിച്ച് കിണറുകളെയും ചാലുകളെയും അപ്രത്യക്ഷമാക്കാം. തെനാലി, എന്ത് മണ്ടത്തരമാണിത്? കിണറുകളെയും ഓവുചാലുകളെയും അപ്രത്യക്ഷമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും രാജൻ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരികയാണെങ്കിൽ ഞാനത് തെളിയിക്കാൻ തയ്യാറാണ് രാജൻ. നാളെ ഞങ്ങൾ എല്ലാവരും താങ്കളോടൊപ്പം വരുന്നതാണ്. അങ്ങനെയാകട്ടെ രാജൻ. പിറ്റേന്ന് തെന്നാലിരാമൻ എല്ലാവരെയും വിജയനഗരത്തിൽ നിന്നും വളരെയധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജൻ, ഇത് നോക്കിയാലും ഈ ഗ്രാമത്തിൽ മൊത്തം 7 കനാലുകൾ വെട്ടിയതായി മന്ത്രി കണക്കിൽ കാണിച്ചിരുന്നു. ഞാൻ 4 എണ്ണം അപ്രത്യക്ഷമാക്കി. ഇപ്പോൾ വെറും 3 എണ്ണം മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോട് ഇവിടെ എത്ര കനാലുകളാണ് വെട്ടിയതെന്ന് ചോദിച്ചു നോക്കിയാലും. തെന്നാലി മന്ത്രിയുടെ ചതിപ്രയോഗത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി തലകുനിച്ചു നിന്നു. മന്ത്രി, നിങ്ങൾ ചാലുകൾ നിർമ്മിക്കുന്നതിലും കിണറുകൾ വെട്ടുന്നതിലും ജനങ്ങളെ മാത്രമല്ല വഞ്ചിച്ചിരിക്കുന്നത്, അല്പം പോലും രാജവിശ്വാസമില്ലാതെ നമ്മെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. ആരെവിടെ? മന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കൂ. രാജൻ, പ്രധാന നഗരങ്ങളിൽ മാത്രം ഇവയെല്ലാം ശരിയായി നിർമ്മിച്ചിട്ട് ഗ്രാമങ്ങളിൽ അത് ചെയ്യുന്നതിൽ മന്ത്രി ധാരാളം അഴിമതികൾ നടത്തിയിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാനായി ഞാൻ ഗ്രാമങ്ങളിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് മടങ്ങി വരാൻ കഴിയാതെ പോയത്. നല്ല കാര്യമാണ് ചെയ്തത് തെന്നാലിരാമൻ. ഇപ്പോൾ തന്നെ ആ ഗ്രാമങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യാം. ഈ സ്ഥലം കണ്ടുപിടിച്ച് പറഞ്ഞതിന് താങ്കൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ തരുന്നു. നന്ദി രാജൻ. എന്താ കൂട്ടുകാരി, നമ്മെ വിശ്വസിച്ചിരിക്കുന്നവരെ നാം ഒരിക്കലും ചതിക്കാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ കണ്ടില്ലേ, ഇതേ അനുഭവമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ഉത്തരവ് പോലെ. കൃഷ്ണദേവരായരുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് തയ്യാറായി. കൃഷ്ണദേവരായ മഹാരാജാവ് ക്ഷേത്ര നിർമ്മാണ ജോലികൾ നിരീക്ഷിക്കാനായി തെന്നാലിരാമനോടൊപ്പം വന്നു. കൂടെ തന്നെ രാജമന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവ്